ഹായ് ചിൽഡ്രൻ, കെമിസ്ട്രിയുടെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ നോക്കിയോ? നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുത്തത്? ബയോമോളിക്യൂളായ കാർബോഹൈഡ്രേറ്റിലെ മോണോസാക്കറൈഡിലെ ഗ്ലൂക്കോസ് എന്ന എക്സാമ്പിളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഗ്ലൂക്കോസിൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനകത്ത് നമ്മൾ പറഞ്ഞത് ഗ്ലൂക്കോസിനൊരു ലീനിയർ സ്ട്രക്ചർ, വീണ്ടും ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, സൈക്ലിക് സ്ട്രക്ചറും ഗ്ലൂക്കോസിന് ഫോം ചെയ്തു. ദെൻ കുറച്ച് അസൈൻമെൻറ്റ്സ് തന്നിരുന്നു, ക്വസ്റ്റ്യൻസ്. അത് ഒന്ന് നോക്കിയിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, നെയിം ദ സ്വീറ്റസ്റ്റ് ഷുഗർ. നമ്മൾ ഈ പറഞ്ഞതിൽ സ്വീറ്റസ്റ്റ് ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ്. ഓക്കെ. സെക്കൻഡ് വൺ, വാട്ട് ഈസ് എ ട്രയോസ്, ടെട്രോസ് ആൻഡ് പെൻറ്റോസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ഹെക്സോസ് പറഞ്ഞു. എന്താണ് ഹെക്സോസ്? 6 കാർബൺ ആറ്റുള്ള ഷുഗറാണ് ഹെക്സോസ്. അപ്പോൾ ട്രയോസ് എന്തായിരിക്കും? 3 കാർബൺ ആറ്റുള്ള ഷുഗർ. ടെട്രോസ് 4 കാർബൺ ആറ്റം ഷുഗർ. പെൻറ്റോസ് 5 കാർബൺ ആറ്റുള്ള ഷുഗർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ഗ്ലൂക്കോസ് പെൻറ്റാഅസറ്റേറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ആൽഡിഹൈഡിക് ഗ്രൂപ്പ്. ആൽഡിഹൈഡിക് ഗ്രൂപ്പ് അതിലില്ല എന്നെങ്ങനെ പറയാം? ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ. Then fourth question, sucrose and fructose are soluble in water. അല്ലെങ്കിൽ glucose soluble in water, but benzene, cyclohexane are not. What is the reason? എന്താണ്? സൂക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇതിലെല്ലാം OH ഗ്രൂപ്പ് ഉണ്ട്. സോ ദേ ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് വാട്ടർ. സോ ദേ ആർ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മോണോസാക്കറൈഡാണ് ഫ്രൂട്ട്സിൽ വളരെ കൂടുതൽ കാണുന്ന ഫ്രക്ടോസ് എന്ന ഷുഗർ. ഫ്രൂട്ട് ഷുഗർ അല്ലെങ്കിൽ ഫ്രക്ടോസ്. ഫോമിൽ എന്താണ്? C6H12O6. സ്ട്രക്ചറിലേക്ക് പോകാം. എന്താണ് അതിൻ്റെ ലീനിയർ സ്ട്രക്ചർ? 6 കാർബൺ ആറ്റം ഒരു ചെയിനിൽ, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ കീറ്റോൺ ഗ്രൂപ്പ്, റിമൈനിങ് കാർബൺ ആറ്റങ്ങളിൽ OH ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ 6 കാർബൺ ആറ്റവും കീറ്റോ ഗ്രൂപ്പും ഉള്ളത് കാരണം ഇറ്റ് ഈസ് കോൾഡ് കീറ്റോ ഹെക്സോസ്. ഗ്ലൂക്കോസിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ ഒരു ഷിഫ്റ്റിംഗ് നടക്കാം. എന്തുകൊണ്ടാണ് ആ ഷിഫ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത്? കീറ്റോ ഗ്രൂപ്പിൻ്റെയും ഹൈഡ്രോക്സി ഗ്രൂപ്പിൻ്റെയും റിയാക്ഷൻസ് ഫ്രക്ടോസ് തരും, പക്ഷെ ചില റിയാക്ഷൻസ് തരുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ ഏതോ ഒരു ഷിഫ്റ്റിംഗ് വരുന്നു. എന്താണ് ഇവിടെ നടക്കുന്ന ഷിഫ്റ്റിംഗ്? 5th കാർബൺ ആറ്റത്തിലെ OHലെ H, 5th കാർബൺ ആറ്റത്തിലെ OHലെ H, സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ C ഡബിൾ ബോണ്ട് Oയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ഡബിൾ ബോണ്ട് O എന്താവും? സിംഗിൾ ബോണ്ട് OH. അതിൽ ഇനി എന്ത് ഗ്രൂപ്പാണ് ഉള്ളത്? നേരത്തെ CH2OH. അപ്പം നമുക്ക് എഗെയിൻ ഗ്ലൂക്കോസ് പറഞ്ഞ പോലെ 2 ഐസോമേഴ്സ് പറയാം. എന്തൊക്കെയാണ് ഗ്ലൂക്കോസിൻ്റെ ഐസോമേഴ്സ് പറഞ്ഞത്? ആൽഫ, ബീറ്റ. ഇവിടെയും നമുക്ക് 2 ഐസോമേഴ്സ് പറയാം. ആ ഐസോമേഴ്സിന് പറയുന്ന പേരാണ് അനോമേഴ്സ്. ഫ്രക്ടോസിൻ്റെ അനോമേഴ്സ് ആൽഫ ഫ്രക്ടോസും ബീറ്റ ഫ്രക്ടോസും. ഇനി ഈ ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു റിംഗ് ഫോം ചെയ്യുന്നു. ആർക്കൊക്കെ ഇടയ്ക്കാണ് റിങ്? സെക്കൻഡ് കാർബണിനും 5th കാർബണിനും ഇടയ്ക്ക് ഒരു റിംഗ് അപ്പിയർ ചെയ്യുന്നു. ആ റിംഗ് എത്ര മെമ്പേർഡ് റിംഗ് ആണ്? 5 മെമ്പേർഡ് റിംഗ്. ഗ്ലൂക്കോസിൻ്റെ കേസിലോ 6 മെമ്പേർഡ് റിംഗ് ആയിരുന്നു. ഇവിടെ ഒരു 5 മെമ്പേർഡ് റിംഗ്. ആ 5 മെമ്പേർഡ് റിങ്ങിലെ 4 ആറ്റംസ് കാർബൺ, 1 ആറ്റം ഓക്സിജൻ. ഇറ്റ് ഈസ് എ ഹെട്രോസൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ടാണ്. നെയിം ഫ്യൂറാൻ. സോ ഫ്രക്ടോസ് നമുക്ക് കൊടുക്കാവുന്ന പേര് ആൽഫ ഡി ഫ്രക്ടോ ഫ്യൂറനോസ്, ബീറ്റ ഡി ഫ്രക്ടോ ഫ്യൂറനോസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനകത്തൊരു മൈനസ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് റെപ്രസെൻറ്റ് ലീവോ റൊട്ടേറ്ററി. ഇത് ഹാവോർത്ത് എന്ന സയൻറ്റിസ്റ്റ് അനോമേഴ്സിനെ സൈക്ലിക് ഫോമിൽ തന്നെ കാണിച്ചു. ആ ഓക്സിജൻ ആറ്റം ശ്രദ്ധിക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിലെ കാർബൺ ആറ്റം അത് സെക്കൻഡ് കാർബൺ ആണ്. ആ റൈറ്റ് സൈഡ് ആ പോയിന്റിലെ കാർബൺ ആറ്റം സെക്കൻഡ്. ആ കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ് താഴെ വരികയാണെങ്കിൽ ആൽഫ ഐസോമർ, OH ഗ്രൂപ്പ് മുകളിൽ വരികയാണെങ്കിൽ ബീറ്റ ഐസോമർ. അപ്പോൾ ഏതൊക്കെയാണ് ഫ്രക്ടോസിൻ്റെ അനോമേഴ്സ്? ആൽഫ ഡി ഫ്രക്ടോ ഫ്യൂറനോസ്, ബീറ്റ ഡി ഫ്രക്ടോ ഫ്യൂറനോസ്. ഫ്രക്ടോസും ഗ്ലൂക്കോസും ഐസോമേഴ്സാണ്. ഓക്കെ. അപ്പം നമ്മുടെ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഏതാണ്?
ഒലിഗോസാക്കറൈഡ്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഒലിഗോ? എ ഫ്യൂ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഏതാണ്ട് 2 to 10 മോണോസാക്കറൈഡ്സ് തരുന്നവർക്ക് പറയുന്ന പേരാണ് ഒലിഗോസാക്കറൈഡ്സ്. അതിനകത്ത് 2 യൂണിറ്റ്സ് തരികയാണെങ്കിൽ ദേ ആർ കോൾഡ് ഡൈസാക്കറൈഡ്സ്, 3 തരികയാണെങ്കിൽ ട്രൈസാക്കറൈഡ്സ് എക്സെട്ര. നമുക്ക് പഠിക്കാനുള്ളത് ഡൈസാക്കറൈഡ്സ് ആണ്. ഡൈസാക്കറൈഡ്സിന് നമുക്ക് 3 എക്സാമ്പിൾസ് ഉണ്ട്: സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. നമുക്കിത് ഓരോന്നിൻ്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂക്രോസ് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. സൂക്രോസിന് പറയുന്ന പേര് കെയിൻ ഷുഗർ. സെക്കൻഡ് വൺ, മാൾട്ടോസ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ഗ്ലൂക്കോസ് ആൻഡ് അനദർ ഗ്ലൂക്കോസ്, മാൾട്ട് ഷുഗർ എന്ന് പറയും. അപ്പോൾ ലാക്ടോസ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? 1 യൂണിറ്റ് ഗ്ലൂക്കോസും ഗാലക്ടോസും കിട്ടുന്നു. ഇത് മിൽക്കിൽ കാണുന്ന ഷുഗറാണ്. ഇറ്റ് ഈസ് കോൾഡ് മിൽക്ക് ഷുഗർ. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 യൂണിറ്റ് ഇവർ തരുന്നത് കൊണ്ടാണ് ദീസ് ആർ കോൾഡ് ഡൈസാക്കറൈഡ്സ്. ഇനി ഇതിനകത്ത് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് മാൾട്ടോസ് എക്സാമ്പിൾ എടുക്കുക. മാൾട്ടോസിനകത്ത് ആരൊക്കെയാണ് കമ്പൈൻ ചെയ്തത്? 2 ഗ്ലൂക്കോസ് യൂണിറ്റ്. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഹാവോർത്ത് റെപ്രസെൻറ്റേഷൻ നോക്കുകയാണ്. ഒരു സൈക്ലിക് സ്ട്രക്ചറാണ്. അതിനകത്ത് ഓക്സിജൻ്റെ റൈറ്റ് സൈഡിലെ കാർബണിലെ OH, ആ കാർബണാണ് ഫസ്റ്റ് കാർബൺ, അതിലെ OH ഗ്രൂപ്പും സെക്കൻഡ് ഗ്ലൂക്കോസ് യൂണിറ്റിലെ 4th കാർബണിലെ OH ഗ്രൂപ്പും. അത് നമ്മുടെ റിയാക്ഷനകത്ത് അത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 2 OH ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്ലൂക്കോസിലെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ OHും സെക്കൻഡ് ഗ്ലൂക്കോസിലെ 4th കാർബൺ ആറ്റത്തിലെ OHും 2 കമ്പൈൻ ചെയ്യുമ്പോൾ എ മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ 2 ഗ്ലൂക്കോസ് യൂണിറ്റ് തമ്മിൽ ഇപ്പോൾ എന്ത് ലിങ്ക് ചെയ്യും? ഒരു ഓക്സിജൻ ആറ്റം. ഓക്കെ, ദാറ്റ് linkage is called by the name glycosidic linkage അല്ലെങ്കിൽ glycosidic bond. ഈ ബോണ്ടാണ് എവിടെയൊക്കെ കാണുന്നത്? ഒലിഗോസാക്കറൈഡ്സിലും പോളിസാക്കറൈഡ്സിലും കാണുന്ന ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പം നമ്മുടെ എക്സാമ്പിൾ 3 ലിങ്കേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂക്രോസിൽ ആരൊക്കെയാണ് ചേരുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. C1 ഫസ്റ്റ് കാർബൺ ഓഫ് ഗ്ലൂക്കോസിനും സെക്കൻഡ് കാർബൺ ഓഫ് ഫ്രക്ടോസിനും ഇടയ്ക്കാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. മാൾട്ടോസിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കാർബൺ ഓഫ് 1 ഗ്ലൂക്കോസ് ആൻഡ് 4th കാർബൺ ഓഫ് സെക്കൻഡ് ഗ്ലൂക്കോസിനിടയ്ക്കാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ലാക്ടോസിൽ C1 ഓഫ് ഗാലക്ടോസും C4 ഓഫ് ഗ്ലൂക്കോസിനും ഇടയ്ക്കാണ് ലിങ്കേജ് വരുന്നത്. ഈ ലിങ്കേജസ് തന്നെയാണ് പോളിസാക്കറൈഡ്സിലും കാണുന്നത്. എല്ലാ ഡൈസാക്കറൈഡ്സിലും പോളിസാക്കറൈഡ്സിലും കാണുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നമ്മൾ സൂക്രോസ് എടുക്കുകയാണ്. സൂക്രോസ് ഹൈഡ്രോളിസിസ് നടത്തുന്നു. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവർക്കകത്തെല്ലാം അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉണ്ട്. സോ ദേ ഷോ ഓപ്റ്റിക്കൽ ഐസോമെറിസം. ഓപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ 2 ഫോംസ് ആണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററി. സൂക്രോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. അതിൻ്റെ വാല്യൂ 66.5, ആ റൊട്ടേഷൻ്റെ വാല്യൂ. കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് ആരൊക്കെയാണ് പ്രോഡക്റ്റ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. അതിനകത്ത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, വാല്യൂ 52.5, while fructose is levorotatory, value 92.5. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ എടുത്ത ഡെക്സ്ട്രോ റൊട്ടേറ്ററി സൂക്രോസ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ലീവോ റൊട്ടേറ്ററി പ്രോഡക്റ്റ് ആവുന്നത്. കാരണം ആ ലീവോ റൊട്ടേറ്ററി ഫ്രക്ടോസിൻ്റെ വാല്യൂ ആണ് കൂടുതൽ. അത് കാരണം ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ഈസ് കോൾഡ് ബൈ ദ നെയിം ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇൻവേർഷൻ എന്ന വേർഡ് വരാൻ കാരണം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഈസ് കൺവേർട്ടഡ് ടു ലീവോ റൊട്ടേറ്ററി. ഓക്കെ, ആ കിട്ടുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേര് ഇൻവേർട്ട് ഷുഗർ. അപ്പം എന്താണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ? സൂക്രോസ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഓൺ ഹൈഡ്രോളിസിസ് ഇറ്റ് ഗീവ്സ് എ മിക്സ്ചർ ഓഫ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഗ്ലൂക്കോസ് ആൻഡ് ലീവോ റൊട്ടേറ്ററി ഫ്രക്ടോസ്. The value of levo-rotation of fructose is greater than dextro-rotation of glucose. So, the product is levo-rotatory. Thus,
a change from dextro to levo അല്ലെങ്കിൽ plus to minus occurs. So the hydrolysis is called inversion of cane sugar and the product is called invert sugar. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്താണ് ഇൻവേർഷൻ, എന്താണ് ഇൻവേർട്ട് ഷുഗർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡൈസാക്രൈഡ്സിനകത്ത് പഠിക്കാനുള്ളത്. 3 ഡൈസാക്രൈഡ്സ്, സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. സൂക്രോസിനകത്ത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറും കൂടെ നോക്കിക്കൊള്ളുക. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് എന്താണ്? ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ്സ് തരുന്നവർക്ക് പറയുന്ന പേരാണ് പോളിസാക്രൈഡ്സ്. ആ വേർഡും തന്നെ അറിയാം, പോളി. ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആർ ഫോംഡ് വെൻ ദേ ആർ ഹൈഡ്രോളൈസ്ഡ്. അതിനകത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. നിങ്ങൾക്കറിയാം ഇവരൊന്നും തന്നെ വലിയ സ്വീറ്റ് ടേസ്റ്റ് അല്ല, അതുകൊണ്ട് ദേ ആർ കോൾഡ് നോൺ ഷുഗേഴ്സ് എന്നും പറയാം. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം സ്വീറ്റാണ്, സോ ദേ ആർ കോൾഡ് ഷുഗേഴ്സ്. ഓക്കെ, നമുക്കിനി ഓരോ പോളിസാക്രൈഡായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാർച്ച്. നിങ്ങൾ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്റ്റാർച്ചി ഫുഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? പൊട്ടറ്റോ, റൈസ്, ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് സ്റ്റാർച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റാർച്ചിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡാണ്. അപ്പോൾ ഇഷ്ടംപോലെ മോണോസാക്രൈഡ്സ് ആണ് ചേരുന്നത്. ഇവിടെ ചേരുന്ന മോണോസാക്രൈഡ് ഏതാണ്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു? നമ്മൾ മാൾട്ടോസിൽ കണ്ടു 2 ഗ്ലൂക്കോസ് യൂണിറ്റ് ചേരുകയാണ്. സ്റ്റാർച്ചിൻ്റെ 2 കമ്പോണൻ്റാണ് അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അമൈലോസ് എന്ന് പറഞ്ഞാൽ അൺബ്രാഞ്ച്ഡ് പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അപ്പിയർ ബിറ്റ്വീൻ C1 ആൻഡ് C4. ഇറ്റ് ഈസ് soluble in water. അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് വിൽ അപ്പിയർ ബിറ്റ്വീൻ C1 ആൻഡ് C6 കാർബൺ. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. പ്ലാന്റ് കിങ്ഡത്തിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് പോളിസാക്രൈഡാണ് സ്റ്റാർച്ച്. സെല്ലുലോസ് എന്താണ്? പ്ലാന്റ് സെൽ വോള്, ബാക്ടീരിയ അതിൻ്റെയൊക്കെ വോൾസ് ഉണ്ടാക്കിയിരിക്കുന്ന പോളിസാക്രൈഡാണ് സെല്ലുലോസ്. സെല്ലുലോസിനകത്ത് കാണുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് തന്നെയാണ്. പക്ഷേ അവിടെ കമ്പൈൻ ചെയ്യുന്ന ഗ്ലൂക്കോസ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. സ്റ്റാർച്ചിലാണെങ്കിൽ ആൽഫ ഡി ഗ്ലൂക്കോസ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് അപ്പിയർ ചെയ്യും ബിറ്റ്വീൻ C1 ആൻഡ് C4 കാർബൺ ആറ്റം. അപ്പം എന്താണ് സെല്ലുലോസ്? മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് സെൽ വോൾ ഓഫ് പ്ലാന്റ്സ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് അപ്പിയർ ബിറ്റ്വീൻ C1 ആൻഡ് C4 കാർബൺ ആറ്റംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോളിസാക്രൈഡ് ഏതാണ്? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്താണ്? സ്റ്റോറേജ് പോളിസാക്രൈഡ് ഇൻ അനിമൽസ് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. സ്റ്റോറേജ് പോളിസാക്രൈഡ് ഇൻ അനിമൽസ്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അമൈലോപെക്റ്റിൻ ഏതായിരുന്നു? സ്റ്റാർച്ചിനകത്തെ ഒരു കമ്പോണൻ്റ് ആയിരുന്നു അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിന് സിമിലർ ആണ് ഇതിനകത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് കാരണം നമ്മൾ എന്തും പേര് പറയാം, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആനിമൽ സ്റ്റാർച്ച്. ഓക്കെ, അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നു. ആ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ കഴിഞ്ഞ് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എല്ലാം ബോഡിയിൽ സ്റ്റോർ ചെയ്യും. ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. സ്റ്റോറേജ് പോളിസാക്രൈഡ് എന്ന് നമ്മൾ പറയാൻ കാരണം ഇത് സ്റ്റോർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ലിവർ, മസിൽസിൽ, ബ്രെയിനിലൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി എപ്പം നമുക്ക് എനർജി വേണോ അപ്പോൾ എന്ത് ചെയ്യുന്നു? ദിസ് ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, നമുക്ക് ഫ്യൂവൽ, അതായത് എനർജി സപ്ലയേഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ബയോഫ്യൂവൽ, ബയോളജിക്കലായിട്ട് എല്ലാ ആക്ടിവിറ്റീസിനും എനർജി തരുന്ന ഒരു ബയോമോളിക്യൂളാണ് കാർബോഹൈഡ്രേറ്റ്. സെക്കൻഡ് വൺ, ഗ്ലൈക്കോജൻ, storage polysaccharide in animals. Then starch, storage polysaccharide in plants. Cellulose, main constituent of cell wall in plants. രണ്ടാമത്തെ ബയോമോളിക്യൂൾ ഏതാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ഒരു ബയോമോളിക്യൂൾ ആണ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡായ ഫിഷ്, മീറ്റ്, മിൽക്ക്,
സീരിയൽസ്, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു ബയോമോളിക്യൂൾ ദാറ്റ് ഈസ് പ്രോട്ടീൻ. ഓക്കെ, ഈ പ്രോട്ടീൻ എന്ന വേർഡ് വന്നത് എവിടെ നിന്നാണ്? പ്രോട്ടിയോസ് എന്ന വേർഡിൽ നിന്നാണ്. പ്രോട്ടിയോസ് എന്ന വേർഡിനർത്ഥം പ്രൈമറി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൈം ഇമ്പോർട്ടൻസ്. പ്രോട്ടീൻ എന്ത് കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. പേരും തന്നെ അറിയാം, അമിനോ ആസിഡ്സ്. എന്താണ് അമിനോ ഗ്രൂപ്പ്? NH2. എന്താണ് ആസിഡ് ഗ്രൂപ്പ്? COOH. നിങ്ങൾ ആ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ. സെൻട്രൽ ഒരു കാർബൺ, അതിൽ ഒരു ഹൈഡ്രജൻ, ഒരു സൈഡിൽ NH2, അടുത്ത സൈഡിൽ COOH. ആ കാർബണിൽ ഒരു R ഗ്രൂപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ R ഗ്രൂപ്പ് ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ്സ് ആകാം. ഈ ഗ്രൂപ്പ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആകുന്ന കാരണം നമുക്ക് ഏതാണ്ട് ഒരു 20 ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് അറിയാം. എക്സാമ്പിൾസ് 1-2 അറിഞ്ഞിരിക്കുക. ഗ്ലൈസീൻ, ആസ്പാർട്ടിക് ആസിഡ്, ലൈസീൻ. ഈ സെൻട്രൽ കാർബൺ ആറ്റത്തിലെ 2 ആറ്റവും, അതായത് ഒരു H ആണ്, അടുത്തത് Rന് പകരം H ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ആ സിംപ്ലസ്റ്റ് അമിനോ ആസിഡാണ് ഗ്ലൈസീൻ. അപ്പോൾ ഗ്ലൈസീൻ്റെ ഫോമുല നോക്കുക. സെൻട്രൽ കാർബൺ, 2 ആറ്റം ഹൈഡ്രജൻ, അഗെയിൻ 1 NH2 ഗ്രൂപ്പ്, 1 COH ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പ് റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഡി ഗ്ലൈസീൻ, ലെഫ്റ്റ് സൈഡ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് L ഗ്ലൈസീൻ. അതൊരു കോൺഫിഗറേഷൻ റെപ്രസെൻറ്റേഷൻ. വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ഗ്ലൈസീൻ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കണ്ട ഗ്ലൈസീനകത്ത് ഒരു അമിനോ ഗ്രൂപ്പും ഒരു ആസിഡ് ഗ്രൂപ്പും, അത് കാരണം ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ അമിനോ ആസിഡ്. പക്ഷെ ചില അമിനോ ആസിഡിനകത്ത് അസിഡിക് ഗ്രൂപ്പ് കൂടുതലായിരിക്കും, സോ ദേ ആർ കോൾഡ് അസിഡിക് അമിനോ ആസിഡ്. ചിലതിനകത്ത് ബേസിക് ഗ്രൂപ്പ് കൂടുതലായിരിക്കും, സോ ദേ ആർ കോൾഡ് ബേസിക് അമിനോ ആസിഡ്സ്. അപ്പോൾ അമിനോ ഗ്രൂപ്പിൻ്റെയും അസിഡിക് ഗ്രൂപ്പിൻ്റെയും ബേസിസിൽ നമുക്ക് 3 ടൈപ്സ് പറയാം: ന്യൂട്രൽ അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്സ്, ബേസിക് അമിനോ ആസിഡ്സ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ചില അമിനോ ആസിഡ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ നിന്നും കിട്ടുന്ന അമിനോ ആസിഡ്സിന് പറയുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഒരു എക്സാമ്പിൾ വെലൈൻ. അതേസമയം ചില അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഗ്ലൈസീൻ, ദേ ആർ കോൾഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നമ്മുടെ അമിനോ ആസിഡ് ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിനകത്ത് എന്തൊക്കെ ഗ്രൂപ്പാണുള്ളത്? NH2 ഗ്രൂപ്പും COOH ഗ്രൂപ്പും. എന്താണ് ഒരു ആസിഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത? നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കേൾക്കുന്നതാണ്. ആസിഡ് ഗ്രൂപ്പ് എന്താണ്? H+ കൊടുക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ COOHലെ H+ ഡൊണേറ്റ് ചെയ്യാം. ആ H+ NH2 അക്സെപ്റ്റ് ചെയ്താൽ, NH2ൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ബേസിക് ഗ്രൂപ്പ്. ഇതെല്ലാം നിങ്ങൾ തൊട്ട് മുന്നേ ഓർഗാനിക്കിൽ പഠിച്ചു. അമീൻസ് എന്ന ഓർഗാനിക്കിനകത്ത് അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടറുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ NH2 ഗ്രൂപ്പ് H+നെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അമിനോ ആസിഡ് ഇപ്പം ഒരു സ്ട്രക്ചർ ഓഫ് കൈ വരുന്നു. NH3+ CH2 COO-. അതായത് ഒരു മോളിക്യൂൾ തന്നെ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ദാറ്റ് ഈസ് എ ഡൈപോളാർ അയോൺ. ഈ അയോണിന് പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഇപ്പോൾ സ്വിറ്റർ അയോൺ എന്താണ്? അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് വിൽ ഗീവ് H+. Amino group can accept H+. Therefore, it can form a dipolar ion. That dipolar ion is called Switter ion. ഓക്കെ, ഇനി ഏതോ ഒരു പർട്ടിക്കുലർ pHൽ ഈ സ്വിറ്റർ അയോൺ ന്യൂട്രലായിട്ട് ആക്ട് ചെയ്യും. ഇത് ആനോഡിലേക്കും പോകില്ല, കാഥോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്യില്ല. ആനോഡിലേക്കും കാഥോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്യാത്ത ഈ പർട്ടിക്കുലർ pH, ആ പോയിന്റിന് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രിക് പോയിന്റ്. അമിനോ ആസിഡ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റാണ് അമിനോ ആസിഡ്. എങ്ങനെയാണ് ഇവർ കമ്പൈൻ ചെയ്യുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ 2 അമിനോ ആസിഡ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അമിനോ ആസിഡിൻ്റെ COOHലെ OHും സെക്കൻഡ് അമിനോ ആസിഡിലെ NH2ലെ Hഉം. അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. നന്നായിട്ട് ആ റിയാക്ഷൻ നോക്കുക. ഫസ്റ്റ് അമിനോ ആസിഡിലെ COOHലെ OHും സെക്കൻഡ് അമിനോ ആസിഡിലെ NH2ലെ Hഉം. അതിനിടയ്ക്കുന്ന എന്ത് എലിമിനേറ്റ് ചെയ്യും? ആ OHും Hഉം കൂടെ എന്തായിട്ട് അങ്ങ് പോകുന്നു? വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു. ആ 2 അമിനോ ആസിഡ്സും കൂടെ ചേരുന്നു. ആ ലിങ്കേജ് നോക്കുക, CONH ലിങ്കേജ്. ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ്
പെപ്റ്റൈഡ് ബോണ്ട്. കാണിച്ച എക്സാമ്പിളിൽ 2 അമിനോ ആസിഡാണ്. അപ്പം നമുക്ക് ആ പെപ്റ്റൈഡിന് എന്ത് പറയാം? ഡൈ പെപ്റ്റൈഡ്. 3 അമിനോ ആസിഡ് ചേരുകയാണെങ്കിൽ ട്രൈ പെപ്റ്റൈഡ്. കൂടുതൽ അമിനോ ആസിഡ്സ് ചേരുകയാണെങ്കിൽ പോളി പെപ്റ്റൈഡ്സ്. മോർ ദാൻ 100 ചേരുമ്പോഴത്തേക്കും ദാറ്റ് പോളി പെപ്റ്റൈഡ്സ് ആണ് പ്രോട്ടീൻസ്. അപ്പോൾ വാട്ട് ആർ പ്രോട്ടീൻസ്? പോളി പെപ്റ്റൈഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത്? കെരാറ്റിൻ, മയോസിൻ, ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കെരാറ്റിൻ, മയോസിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെ പെപ്റ്റൈഡ് ചെയിൻ മനസ്സിലായല്ലോ, അമിനോ ആസിഡ് ചേർന്നുണ്ടാകുന്ന ചെയിൻസ്, ആ ചെയിൻസ് പാരലായിട്ട് പോകും. ഇതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോൺസ് അപ്പിയർ ചെയ്യും. പാരലായിട്ട് പോകുന്നു, അതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോൺസ് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോട്ടീനിന് ഒരു ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ദാറ്റ് പ്രോട്ടീൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. സച്ച് പ്രോട്ടീൻസ് ആർ കോൾഡ് ഫൈബ്രസ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ ഒരു ടൈപ്പാണ് ഫൈബ്രസ് പ്രോട്ടീൻ. എന്താണ് ഫൈബ്രസ് പ്രോട്ടീൻ? പോളിപെപ്റ്റൈഡ് ചെയിൻസ് പാരലായിട്ട് വരുന്നു. ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോൺസ്. ഫൈബർ ലൈക്ക് അപ്പിയറൻസ് വരുന്നു. ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ദാറ്റ് ഈസ് ഫൈബ്രസ് പ്രോട്ടീൻ. ദെൻ സെക്കൻഡ് ടൈപ്പ് നോക്കിക്കേ. സെക്കൻഡ് ടൈപ്പിൻ്റെ പ്രത്യേകത, ഈ പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ് ചെയിൻസ് എല്ലാം കൂടെ കോയിലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിലേക്ക് മാറുന്നു. അങ്ങനെ സ്പെറിക്കൽ ഷേപ്പ് വരുന്ന പ്രോട്ടീന് പറയുന്ന പേരാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ എക്സെട്ര. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ, അതുകൊണ്ടാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ഒന്ന് ഫൈബ്രസ് പ്രോട്ടീൻ, സെക്കൻഡ് വൺ ഗ്ലോബുലാർ പ്രോട്ടീൻ. ഫൈബ്രസ് പ്രോട്ടീൻ ഇൻസോലുബിൾ ഇൻ വാട്ടർ, വൈൽ ഗ്ലോബുലാർ പ്രോട്ടീൻ ഈസ് സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. 4 ലെവൽ ആയിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പറയാറുണ്ട്. പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, ടെർഷ്യറി ലെവൽ, ക്വാട്ടർണറി ലെവൽ. എന്താണ് പ്രൈമറി ലെവൽ എന്ന് പറയുന്നത്? പ്രോട്ടീൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പല അമിനോ ആസിഡ്സ് ചേരുന്നു. അമിനോ ആസിഡ്സ് ചേരുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന ബോണ്ട് എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട്. ഏതൊക്കെ അമിനോ ആസിഡാണ് ചേരുന്നത്? ഇപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സീക്വൻസ് വേണം. ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്? ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ ആണ് പ്രൈമറി സ്ട്രക്ചർ. ദാറ്റ് വിൽ ഡിറ്റർമിൻ ദി ബയോളജിക്കൽ ആക്ടിവിറ്റി. പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സെക്കൻഡറി സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നത്? ഇപ്പം നമ്മുടെ പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചറിനകത്ത് അമിനോ ആസിഡ്സ് കുറേ പേര് ചേരുന്നു. ഇതിനിടയ്ക്കൊരു ഹൈഡ്രജൻ ബോണ്ട് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് ഈസ് വിത്ത് ഇൻ എ ചെയിൻ. അതേസമയം 2 ചെയിനിന് ഇടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് വരികയാണെങ്കിൽ ഒരു പ്ലീറ്റ് ലൈക്ക് അപ്പിയറൻസ് വരും. ദാറ്റ് ഈസ് കോൾഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ഇത് രണ്ടുമാണ് സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ഫോംഡ് വിത്തിൻ ദ ചെയിൻ ഓർ ബിറ്റ്വീൻ ചെയിൻ. വിത്തിൻ ദ ചെയിൻ ആണെങ്കിൽ ആൽഫ, ബിറ്റ്വീൻ ചെയിൻ ആണെങ്കിൽ ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ടെർഷ്യറി സ്ട്രക്ചർ നോക്കാം. ഹൈഡ്രജൻ ബോണ്ടിങ് കൂടാതെ ഇനി വേറെ പല ബോൺസും വരുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വരുന്നു. എന്തൊക്കെയാണ് ബോൺസ്? ഡൈസൾഫൈഡ് ലിങ്കേജസ്, വാൻഡർവാൾസ് ഫോഴ്സസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഇതെല്ലാം വരുമ്പോഴത്തേക്കും വരുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ടെർഷ്യറി സ്ട്രക്ചർ. പല പ്രോട്ടീൻസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് അറേഞ്ച്മെൻറ്റ്, അസോസിയേഷൻ ഓഫ് സെവറൽ പ്രോട്ടീൻസ് ഒരു നെറ്റ്വർക്കായിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി എന്തൊക്കെയാണ് അതിനകത്ത് ബോൺസ് എന്ന് മനസ്സിലാക്കുക. ഈ സ്ട്രക്ചർ എല്ലാം കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി. ഓക്കെ, നമ്മളിനി ഈ പ്രോട്ടീനകത്ത് എന്തെങ്കിലും ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ചേഞ്ച് നടത്തുകയാണ്. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കെമിക്കലായിട്ട് pH ചേഞ്ച് കൊടുക്കുന്നു. എന്ത് സംഭവിക്കാം പ്രോട്ടീനകത്ത്? ഹൈഡ്രജൻ ബോൺസ് എല്ലാം ഡിസ്ട്രപ്റ്റ് ആവാം, ബ്രേക്ക് ചെയ്യാം ഹൈഡ്രജൻ ബോൺസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഗ്ലോബ്യൂൾസ് ഉണ്ട്, അത് അൺഫോൾഡ് ആവുന്നു. ഹെലിക്സ് എല്ലാം അൺകോയിൽഡ് ആവുന്നു. പ്രോട്ടീൻ്റെ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ്
ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഇത് നിങ്ങൾ കാണുന്ന എക്സാമ്പിളാണ് ഒരെണ്ണം. മുട്ട, അതിനകത്തെ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോമാണ്. നമ്മളത് ബോയിൽ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുകയാണ്? അത് ഹാർഡൻ ആകുകയാണ്. ആ ഹാർഡൻ ആകുന്നതിന് റീസൺ അതിനകത്തുള്ള പ്രോട്ടീൻ, ദാറ്റ് ഈസ് ആൽബുമിന് എന്ത് നടക്കുന്നു? ഡീനാച്ചുറേഷൻ. അപ്പോൾ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് ഒരു എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. മിൽക്കിനകത്ത് ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആകുന്നു ബൈ ദ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതാണ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പം എന്താണ് ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? ഇഫ് എനി ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഓർ pH ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോൺസ് ആർ ബ്രോക്കൺ, globules will unfold, helix will break, protein will lose its biological activity. ഈ സമയത്ത് സെക്കൻഡറിയും ടെർഷറിയും സ്ട്രക്ചർ എല്ലാം ഡിസ്ട്രക്റ്റ് ആകുന്നു, പ്രൈമറി സ്ട്രക്ചർ ഇൻടാക്റ്റ് ആയിരിക്കും, വലിയ ചേഞ്ച് വരത്തില്ല. ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രോട്ടീൻസിനകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് ഒന്ന് രണ്ട് ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ് നോക്കാം പ്രോട്ടീൻസിൻ്റെ. മെറ്റബോളിക് ആക്ടിവിറ്റീസിന് എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട് പ്രോട്ടീൻസ്. ബോഡിക്കകത്തുള്ളൊരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ, ദാറ്റ് വിൽ ആക്ട് ആസ് ഓക്സിജൻ കാരിയർ ഇൻ ബ്ലഡ്. ഇൻസുലിൻ നമ്മുടെ ബോഡിക്കകത്തെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലെടുത്ത ടോപ്പിക്സ് ഫ്രക്ടോസ്, ദെൻ ഒലിഗോസാക്കറൈഡ്സ്, ദെൻ പോളിസാക്കറൈഡ്സ്, ദെൻ പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്. നമുക്ക് ഒന്ന് രണ്ട് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, give the product of hydrolysis of starch and cellulose. Second one, what is invert sugar? Third one, why sucrose is a non-reducing sugar? Fourth question, what is the bond in secondary structure of protein? Secondary structure il കാണുന്ന bond എന്താണ്? Next one, what happens to the water in egg when it is boiled? എഗ്ഗിനകത്ത് കാണുന്ന വാട്ടർ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയുള്ള ബയോമോളിക്യൂൾസ് തുടങ്ങാം. താങ്ക് യു.